കണ്ണാടി ഒഴിയേക്കാം. അല്ലെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷൻ്റെ അടിയിൽ വന്നിട്ട് സ്ഥിരമായിട്ട് ഒരുത്തൻ അയ്യോ ജിന്നുമാന്ന് എന്നെ വിളിക്കും. ഇന്ന് എനിക്ക് ഓഫാണ് ഗൈസ്. വെറുതെ വീട്ടിൽ കുത്തിരിക്കാതെ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കൂടെ വരാൻ ഒരു തെണ്ടികളുമില്ല. അതുകൊണ്ട് ചേച്ചി ഒറ്റയ്ക്കാണ് പോകുന്നത്. ദൂതാക്കാണ് നമ്മളിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ചേച്ചി പോയി ലോക കണ്ടിട്ട് വരാം. വൈകിട്ട് 4 മണിക്കത്തെ ഷോ ആണ് ഗൈസ് ഞാൻ ബുക്ക് ചെയ്തത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഹോളിഡേ അല്ലാത്തത് കൊണ്ട് തന്നെ മാളൊന്നും ജനനിബിഡമല്ലായിരുന്നു. മാളിലെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ന് ഇനി ഇവിടെ ഹർത്താൽ വല്ലതും ആണോ, കാരണം ആൾക്കാരെ ഒന്നും കണ്ടില്ല. പിന്നെ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പതിയെ മലയാളികളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് സ്ക്രീനിൻ്റെ അകത്തോട്ട് കയറിക്കൊള്ളാനായിട്ട് പറഞ്ഞു. ദൂതാക്കാണ് 8ാമത്തെ സ്ക്രീനിലാണ് ഗൈസ് എനിക്ക് പോകേണ്ടത്. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഗൈസ്, ഓൾ ഐ വാണ്ട് ടു സേ ഈസ് ദാറ്റ് ദിസ് ഇസ് എ സിനിമാറ്റിക് മാസ്റ്റർപീസ് ദാറ്റ് ഷുഡ്ന്റ് ബി മിസ്ഡ്. എനിക്ക് പൊതുവെ എസ്കലേറ്റർ കയറാൻ പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ലിഫ്റ്റുള്ളവിടെ പോയി കണ്ടുപിടിച്ചു. അതിലാണ് ഞാൻ എപ്പോഴും പോകുന്നത്. അതിൽ കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തമ്പുരാനെ ഞാൻ പെട്ടുപോയല്ലോ എന്ന്. കാരണം കണ്ണാടിക്കൂട് പോലൊരു ലിഫ്റ്റ്. പിന്നെ സകലമാന ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ അകത്തോട്ട് നിന്ന് കുറച്ച് തല ഇറങ്ങിയെങ്കിലും ഒടുവിൽ ഞാൻ വെളിയിലിറങ്ങി. അങ്ങനെ ഞാൻ ഊബർ കാത്ത് നിൽക്കുമായിരുന്നു. ഒടുവിൽ വണ്ടിയൊക്കെ കിട്ടി. ഒത്തേമാളിനോട് എൻ്റെ അറ്റ പറഞ്ഞ് നേരെ ഫ്ലാറ്റ്. കണ്ടോ നിങ്ങൾ, സ്വന്തം പേരൊക്കെ എഴുതി കീ ചെയിൻ സ്വന്തമായുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ പാത്രമുള്ള ഗൈസ്, എനിക്ക് കയറി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം.